ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദ്യമാണെങ്കിൽ ഇങ്ങനെ സെലിബ്രേഷൻ നടക്കുന്ന അതൊക്കെ ഫുള്ള് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആകാശ് ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, അതെ അതെ, 2 മണിക്കൂറിൽ തുടങ്ങും. ഓ ഓക്കെ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. ആരാ വിളിച്ചത്? മെയ്യറാ, വരുമോ? പിന്നെ വരാതെ? അപ്പൊ വീണ്ടും കോൾ വരുവാണ്. അതെ അതെ, 2 മണിക്കൂർ, അതെ അതെ 2 മണിക്കൂർ, ഓക്കെ ഓക്കെ, എത്രയും പെട്ടെന്ന് വരണം. ഓക്കെ. ആരാ? ആകാശ്? ചാനലുകാരാ? ചാനലുകാരോ? പിന്നല്ലാതെ സിനിമാ നടന്മാരുടെ മക്കളുടെ ബർത്ത്ഡേ മാത്രം അവരെ ആഘോഷിച്ചാൽ മതിയോ? നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ ബർത്ത്ഡേ ആഘോഷിക്കണ്ടേ? ആകാശ് മേനോന്റെ മകന്റെ പിറന്നാൾ ആഘോഷിക്കണം, ടിവിയിലൊക്കെ വരണം. ആകാശ്, എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു. നീ അവനെ മകൻ എന്നൊക്കെ പറയുമ്പോഴേക്കും എന്ന് വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ആദ്യമാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടാണ് കേട്ടോ. അപ്പൊ അവര് പറയണ്ട, ആദ്യത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ സൂപ്പർ ആക്കാനുള്ള പ്ലാന്. അതെ അതെ, ഇത് ഭയങ്കര സൂപ്പർ ആകും എന്നൊക്കെ ആദ്യം ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ആകാശവും അതുപോലെ തന്നെ രചനയും കൂടി വരുന്നുണ്ട്. അപ്പൊ ആ ഫ്രണ്ട് ഇങ്ങനെ ചോദിക്കേണ്ട ആദ്യടുത്ത്, ഇതാണ് നിന്റെ അച്ഛനും അമ്മയും? അതെന്റെ അമ്മയാ, അതിന്റെ ഡാഡിയല്ല, അങ്കിളാ എന്ന് പറയണം. അപ്പോഴേക്കും നമ്മുടെ ആകാശം വരുന്നുണ്ട്. ഒന്ന് വന്നേ, ഇപ്പൊ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെടുത്ത് ആദ്യം പോകുകയാണ്. എന്താ അങ്കിളെ? ആദ്യക്ക് ഞാനൊരു വലിയൊരു സർപ്രൈസ് വെക്കുന്നുണ്ട്. സർപ്രൈസോ? എന്ത് സർപ്രൈസാ? ഒന്ന് ഗസ് ചെയ്ത് നോക്ക് എന്ന് പറയണം. മൊബൈൽ ഫോൺ? അതുക്കും മേലെ. മിനി ബൈക്ക്? അതുക്കും മേലെ. ഓഫ്, എനിക്ക് വയ്യ അങ്കിൾ. അങ്കിൾ തന്നെ പറ. ഒരു കാര്യം ചെയ്യാം, കേക്ക് മുറിക്കുമ്പോ ഞാൻ ആ സർപ്രൈസ് തുറന്നു വിടാം. അതെ, ആദ്യമായിട്ട് ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആരെ ക്ഷണിച്ചിരിക്കുന്നത്? അവർക്ക് പ്രത്യേക കൺസിഡറേഷൻ ഉണ്ട്. അത് വേണം എന്ന് പറയാണ്. അല്ല, ആദ്യം ആരെ ക്ഷണിച്ചിരിക്കുന്നത് എന്ന് ആകാശ് ചോദിക്കുമ്പോ, ഞാന് ഡാഡീനെ. ഡാഡിനെയോ? മഹേഷിനെയോ? അതെ, കൂടെ ചെപ്പിയും വരുന്നുണ്ട്. അത് എന്താണ് എന്നോട് പറയാതെ ക്ഷണിച്ചത് എന്ന് ആകാശ് ചോദിക്കുമ്പോ, ഞാനെന്തിനാ അങ്കിളിനോട് പറയണത് എന്ന് ആദ്യം മറുപടി പറയാണ്. ഓഫ്, എനിക്കിത് കേൾക്കാൻ വയ്യ. ഇനി മഹേഷ് വന്ന് കേക്ക് മുറിച്ചിട്ട് പോട്ടെ എന്ന് പറയുമ്പോ രചന ചോദിക്കണ്ടേ, എന്താ ആദ്യം നീ ചെയ്തത്? അമ്മയടുത്തെങ്കിലും പറയണ്ടേ അയാള് വന്ന കാര്യം? എന്തിനാ മമ്മിയടുത്ത് പറയണത്? ഞാൻ എന്റെ ഡാഡിനെ വിളിച്ചു, ഞാനെന്തിനാ നിങ്ങളടുത്ത് പറയണത് എന്ന് ചോദിക്കാണ് രചന. ഇനിയിപ്പോ എന്റെ ആവശ്യമില്ലല്ലോ, ഞാൻ പോകുക എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോവാ. ഇത് കുറച്ച് കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് രചന മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആകാശ് പറയുന്നുണ്ട്, ഇനി എന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ, ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കാണ്. ആകാശ്, എനിക്ക് നിന്റെ വിഷമം മനസ്സിലാവും. പക്ഷെ ആദ്യയുടെ സ്വഭാവം അറിയാലോ, നമ്മൾ അവളെ പിണക്കി കഴിഞ്ഞാൽ ചിലപ്പോ ഇപ്പൊ തന്നെ തിരിച്ചു പോണോന്ന് പറയും. അതുകൊണ്ട് അവനെ പിണക്കണ്ട. എന്നാലും ഞാൻ പാമ്പിനെയാണല്ലോ പാല് കൊടുത്ത് വളർത്തിയത് എന്ന് ആകാശ് പറയാണ്. നോക്ക ആകാശ്, വിഷമിക്കേണ്ട, നമുക്കെല്ലാം ശരിയാക്കാം എന്നൊക്കെ രചന പറഞ്ഞ് സമാധാനിപ്പിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ ഇഷിത നമ്മുടെ പ്രിയാമണിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എവിടെയാ സുജി? അവൾക്ക് ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ട്, ഒരു ജോലിയുടെ കാര്യമാണ്. അവൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ പറയണം. പിന്നെ അച്ഛനെ ചായ കൊടുത്തോ കേട്ടോ, ഒരു ദിവസം 3 കൊടുത്തോ? അച്ഛൻ്റെ ഒരു സന്തോഷമല്ലേ? പിന്നെ പഞ്ചസാര വളരെ കുറച്ചിട്ടാ മതി. ഓക്കെ, ഞാൻ വരാമേ, വർക്ക് ചെയ്ത് വരുമ്പോൾ അങ്ങോട്ട് കയറിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുവാണ്. ആ സമയത്ത് അവിടെ ഡോക്ടർ, ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ, 2-3 ഡോക്ടർമാരുടെ സ്റ്റാഫുകളൊക്കെ വരുന്നുണ്ട്. ഹായ് ഡോക്ടർ, ഇഷിത തിരക്കിലാണ്? ഇല്ല ഡോക്ടർ, വാ ഇരിക്കുക, എല്ലാവരും ഇരിക്കുന്നു പറയാണ്. ഞങ്ങളെ ഡോക്ടറോട് ഒരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടി വന്നതാ. ഗുഡ് ന്യൂസോ? പക്ഷെ ഒരു ബാഡ് ന്യൂസും ഉണ്ട്. ആദ്യം ബാഡ് ന്യൂസ് പറയാം. ഇന്നലെ ആതിരക്ക് നേരെ ഗുണ്ടാക്രമണം ഉണ്ടായിരുന്നു. ഗുണ്ടാക്രമണോ? അതെ, പക്ഷെ ആതിര രക്ഷപ്പെട്ടു കേട്ടോ. അതിന്റെ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്, ആതിരനെ രക്ഷപ്പെടുത്തിയത് മേഡത്തിന്റെ, ഡോക്ടറിന്റെ ഹസ്ബൻഡാണ്, മഹേഷ് ചന്ദ്രൻ സർ. മഹേഷോ? അതെ, മഹേഷ് സാറാണ് എല്ലാം ശരിയാക്കിയത്. അതെങ്ങനെ എന്ന് നിശ്ചിച്ച് ചോദിക്കുമ്പോ, ഇന്നലെ രാത്രി ആതിരക്ക് നേരെ ഗുണ്ടാക്രമണം ഉണ്ടാവുമെന്ന് ഒരു ഇൻഫർമേഷൻ മഹേഷ് സാറിന് കിട്ടിയത്രേ. മഹേഷ് സാർ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് ആതിരനെ വേറൊരു റൂമിലാക്കാൻ പറഞ്ഞിരുന്നു. ആതിര റൂമിൽ 2 സെക്യൂരിറ്റിനെ വെച്ചിരുന്നു. ശേഷം ആതിര കിടന്നിരുന്ന റൂമിൽ മഹേഷ് സാർ കിടന്നു. ഗുണ്ടകൾ വന്നിട്ട് മഹേഷ് സാറിനെയാണ് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. മഹേഷ് സാർ പിന്നെ അടിയും വഴക്കൊക്കെ ആയിട്ട് ആതിരനെ രക്ഷിക്കുകയാണ് ചെയ്തത്. ശരിക്കും ആതിരനെ രക്ഷിക്കുക വഴി ഇഷിത എന്ന് പറഞ്ഞ ഡോക്ടറെയാണ് രക്ഷിച്ചത്. അതായത് തന്റെ ഭാര്യയാണ് രക്ഷിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇഷിത, യു ആർ വെരി ലക്കി മഹേഷിനെ പോലത്തെ ഒരാളെ കിട്ടിയതിൽ എന്ന് പറയുമ്പോഴേക്കും ഇഷിതക്ക് സന്തോഷമാവാണ്. അല്ല, മഹേഷിന് ഇതൊക്കെ എങ്ങനെ അറിയാം? മഹേഷിന് അൻസാരിദാസിന്റെ സ്വഭാവമൊക്കെ അറിയാം. അൻസാരിദാസായിട്ട് ചെറുതായിട്ട് ഉരസിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്തായാലും യു ആർ സോ ലക്കി ഡോക്ടർ എന്ന് പറയാണ്. ശരി, പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ട്രീറ്റ് വേണം കേട്ടോ, ഇത്ര നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടിയതിന്. ശരി, അതിനുള്ള ട്രീറ്റ് തരാലോ എന്ന് ഇഷിത പറയാണ്. അങ്ങനെ ഡോക്ടർമാരെല്ലാം അവിടെ നിന്ന് പോവാണ്. ഇഷിത മനസ്സിൽ വിചാരിക്കുകയാണ്, അപ്പോൾ ഞാൻ സംശയിച്ചതൊക്കെ സത്യം തന്നെയാണ്. മഹേഷ് എന്റെ പിന്നാലെ തന്നെയുണ്ട്, എന്റെ എല്ലാ സഹായത്തിനായിട്ട്. മഹേഷ്, ഐ ലവ് യു മഹേഷ് എന്ന് ഇഷിത മനസ്സിലിങ്ങനെ പറയുവാട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന മഹേഷിനെയാണ്. മഹേഷ് ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് പൊതിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. മൈ ലവ്ലി
സൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ പേപ്പറൊക്കെ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് ഗിഫ്റ്റൊക്കെ എഴുതി പൊതിയാണ്. ശേഷം മഹേഷ് ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വന്നതിന് ശേഷം അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ചിപ്പി റെഡി ആയില്ലേ? ദേ നിന്റെ അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുക. എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ട് അച്ഛാ. ഇഷിത സത്യങ്ങളൊക്കെ അറിയുമെന്ന് വിചാരിച്ചിട്ടാണോ? ആ ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ അത് ചിപ്പി പറയില്ലായിരിക്കും, അത് ഉറപ്പാണ്. ചിപ്പി പറയാതിരിക്കാനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. പക്ഷെ ഞങ്ങൾ പോണത് ആകാശ് വീട്ടിലേക്കാണല്ലോ, അതാ ഒരു ടെൻഷൻ. നീ അതൊന്നും നോക്കണ്ട. അവിടെ പോവാ, കേക്ക് മുറിക്കുമ്പോ ഒന്ന് ജസ്റ്റ് നിൽക്കുക, അതിന്റെ മുഖത്ത് ഒരു ഉമ്മ കൊടുക്കുക, തിരിച്ചു വരാ, അത്രയും ചെയ്താൽ മതി. അത്രേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നിങ്ങനെ പറയാടെ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് സ്വപ്നവലി വരുന്നുണ്ട്. ആഹാ, ചിപ്പി ഇപ്പൊ സുന്ദരിയായല്ലോ. രാമനാഥൻ പറയുമ്പോഴേക്കും മോളല്ലെങ്കിലും സുന്ദരിയല്ലേ എന്ന് ചിപ്പി പറയാണ്. സ്വപ്നവലി പറയണ്ട്, അതേ മോളെ, ഇന്ന് ഡാഡിയുടെ ഗാർഡൻ മോളാണ് കേട്ടോ, ഡാഡിനെ നോക്കിക്കോളണം. ശരി, ഞാൻ നോക്കിക്കോളാം. അച്ഛാ, ഇന്ന് അച്ഛന്റെ ഗാർഡിയൻ ഞാനാണേ, അച്ഛൻ കുരുത്തക്കേട് നോപ്പിക്കരുത്, എന്റെ കൂടെ തന്നെ നിൽക്കണേ. ഓ ആയിക്കോട്ടെ എന്നിങ്ങനെ പറയാണ്. എന്ന് ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ശരി എന്ന് പറയാണ്. ചിപ്പി നമുക്ക് ഇറങ്ങിയാലോ? ഇറങ്ങാൻ ഡാഡി എന്ന് നമ്മുടെ ചിപ്പിയും പറയാണ്. അങ്ങനെ ചിപ്പി മഹേഷിന്റെ കയ്യിലേക്ക് പിടിക്കാണ്. മഹേഷ് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞിട്ട് അച്ഛനോട് അമ്മയോട് ചോദിക്കുന്നുണ്ട്, അതെ വിനോദ് നിങ്ങളാരെങ്കിലും വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങളെയോ? വിളിക്കാറില്ല എന്ന് അവർ കള്ളം പറയാണ്. അല്ല, കല്യാണത്തിന് വിനോദ് വന്നിരുന്നു എന്ന് കേട്ടു, പക്ഷെ ഞങ്ങളുടെ സംസാരിക്കാനും നിന്നില്ല. നീ പറഞ്ഞിരുന്നല്ലോ കല്യാണം കണ്ടിട്ട് പോട്ടെ, ബന്ധം സ്ഥാപിക്കാൻ നിൽക്കണ്ടെന്ന്, അതുകൊണ്ട് അവൻ കല്യാണത്തിന് വന്നു, അപ്പൊ തന്നെ പോയെന്ന് തോന്നുന്നു എന്ന് പറയാണ്. ശരി, അതെ വിനോദിനെ വിളിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോട്ടോ, നിങ്ങളുടെ മകനല്ലേ, നിങ്ങൾക്ക് സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ, വിളിക്കോ സംസാരിക്കോ എന്തെങ്കിലും ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അവൻ എന്റെ ശത്രുവാണ്, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ മകനാണ്, അത് നിങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാവണം. നിങ്ങൾ വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തോ, എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് നമ്മുടെ ചിപ്പിയുടെ കൈ പിടിച്ച് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുക കേട്ടോ. അവർ പോയിക്കുമ്പോഴേക്കും സ്വപ്നവല്ലി രാമനാഥനോട് പറയണ്ടേ, രാമ അവനിപ്പോ എന്താ പറഞ്ഞത്? ഈ വിനോദിനെ വിളിക്കാനല്ലേ പറഞ്ഞത്? അതെ, എന്തൊക്കെ പറഞ്ഞു, രക്തബന്ധമല്ലേ, അതങ്ങനെ പെട്ടെന്ന് മുറിച്ചു കളയാൻ പറ്റുമോ സ്വപ്ന? എന്നാൽ ഞാൻ ഈ സന്തോഷ വാർത്ത വിനോദിനെ വിളിച്ച് പറയട്ടെ. പറഞ്ഞോ എന്ന് പറയണം. അങ്ങനെ സ്വപ്നവലി വിനോദിനെ വിളിക്കുകയാണ്. ഹലോ മോനെ, നീ എവിടെയാ? ഞാൻ പാർട്ടി ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കാമേ. മോനെന്തിനും കഴിച്ചോ? കഴിച്ചായിരുന്നോ? മോനെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ അമ്മേ? അതെ, ഇപ്പൊ മഹേഷ് എന്നോട് പറയാ, നിന്നെ വിളിക്കണം, നിന്നോട് സംസാരിക്കണം, നിന്നെ വീട്ടിലേക്കൊക്കെ വിളിക്കണമെന്ന്. അവനെ കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നിന്നോട് സംസാരിക്കാനോ വീട്ടിലേക്ക് വിളിക്കാനൊക്കെ അവരുടെ സമ്മതം കിട്ടിയിരിക്കുക. അത് കൊള്ളാലോ എന്ന് പറയാണ്. ഇനി എനിക്ക് കാണണം മോനെ, നീയും അവനും കൂടി തോളത്ത് കൈയിട്ട് ഫ്രണ്ട്സുകളെ പോലെ നടക്കണത്. അതൊക്കെ നടക്കും അമ്മേ എന്ന് വിനോദ് തിരിച്ചു മറുപടി പറയാണ്. മോനെ, അതൊക്കെ നടന്നിട്ട് മോനൊരു പെണ്ണ് ആലോചിക്കണം. അതൊക്കെ ഞാൻ ചേട്ടനെ വിട്ടുകൊടുത്തിരിക്കാമേ. ചേട്ടൻ കാണിക്കുന്ന ഏത് പെണ്ണിന് വേണമെങ്കിലും ഞാൻ കല്യാണം കഴിക്കും എന്ന് വിനോദ് പറയാണ്. ശരി മോനെ, എന്നാൽ നീ സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ടൊന്ന് ഇറങ്ങുക കേട്ടോ. അമ്മ നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എല്ലാം ഉണ്ടാക്കി വെക്കാം. ശരി അമ്മ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വിളിക്കാൻ കേട്ടോ എന്ന് വിനോദ് പറയാണ്. ശേഷം ഫോൺ വെക്കാണ്. വിനോദിനും ഒരുപാട് സന്തോഷമാവാണ്, സ്വപ്നവലിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് മഹേഷിനെയും അതുപോലെ ചിപ്പിനെയും കേട്ടോ. അവരെങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തതിനടുത്തേക്ക് പോകാൻ പോകുമ്പോഴേക്കും ചിപ്പി ചോദിക്കണ്ടേ, അല്ല ഡാഡി എന്തിനാ ഇന്ന് ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ട് പാർട്ടിക്ക് പോവാന്ന് വിചാരിച്ചത്? അല്ല, ഡാഡിയുടെ ഫ്രണ്ടിന്റെ മകന്റെ പിറന്നാൾ ആഘോഷമല്ലേ, അതിന് ഞാൻ എന്തിനാ വന്നത്? അല്ല, മോളും കൂട്ടിക്കൊണ്ട് വരാന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാലും ക്ലാസ് കെട്ടിയതാ മിസ് വഴക്കറിയോ? ഞാൻ നാളെ ലീവ് ലെറ്റർ എഴുതി തരാം എന്ന് മഹേഷ് പറയണ. അത് അമ്മ അറിയാതെ? അത് സാരമില്ല. അതെന്താ ഡാഡി അമ്മ അറിയേണ്ടത് പറയണത്? അതിനൊക്കെ ഒരു കാര്യമുണ്ട്, നാളെ ഒരു സമയത്ത് മോൾക്ക് എല്ലാം മനസ്സിലാവും എന്ന് മഹേഷ് പറയാണ്. അല്ല, ഈ പിറന്നാൾ എവിടെയാ നടക്കണത്? അതിന് അമ്മോട് പറഞ്ഞല്ലോ, ഈ പറയുന്ന കുട്ടിയുടെ പിറന്നാളിനെ അച്ഛനും അമ്മയും വരത്തില്ല, ദൂരെയാണ്, കുറച്ച് ദൂരെയുള്ള സ്ഥലത്താണ്, അതുകൊണ്ട് പിറന്നാൾ ആഘോഷിക്കണത് ആകാശങ്ങളുടെ വീട്ടിലാ. അയ്യേ, അവിടെയാണോ? എങ്കിൽ ഞാൻ വരുന്നില്ല. മോളെ അങ്ങനെ പറയല്ലേ, ഒന്ന് വാ മോളെ, എനിക്ക് അയാൾ ഇഷ്ടമല്ല. ആകാശെങ്കിൽ ഡാഡിനെ ചീത്തയായിട്ടൊക്കെ പറയും. നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ക്ഷമിക്കാം, നമുക്ക് പിറന്നാളൊന്ന് കൂടിയിട്ട് വരാം. അല്ല, ചേട്ടന്റെ പേരെന്താ? ആദിത്യൻ. ആദിത്യൻ. ചേട്ടനെ എന്നെ അറിയാവോ? മോളെയൊക്കെ നന്നായിട്ട് അറിയാം, മോളെ ഒത്തിരി ഇഷ്ടമാണ്. അതെയോ? എങ്കിൽ നമുക്ക് പോകാം എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ ഇഷിത ഫോണിലേക്ക് വിളിക്കാട്ടോ. അതെ, അമ്മയാ സംസാരിക്കല്ലേ എന്ന് വേണ്ട. ഹലോ, ഞാനാ. മഹേഷ് എവിടെയാ? ഞാൻ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാ. എനിക്ക് പെട്ടെന്നൊരു തോന്നലോ? എന്ത് തോന്നൽ? ഒരു തെന്നൽ വന്ന് എന്നെ തഴകി വിളിച്ചു. എന്തൊക്കെയാണ് തന്നെ പറയണത്? അതെ, പ്രണയത്തിന്റെ തെന്നൽ, ഒരു ഇളം കാറ്റ് എന്നിൽ വീശി, അതുകൊണ്ട് മഹേഷിനെ വിളിക്കണോന്ന് തോന്നി. അങ്ങനെ സന്യസിക്കോ? തന്നെ ദുർവാസാവല്ലെന്ന് എനിക്കറിയാലോ, പ്രണയത്തിലൊക്കെ വീഴോന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ ഇപ്പൊ വിളിച്ചത്? അതോ, കഴിഞ്ഞ ദിവസം ബാമിട്ട് തന്നത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്താ? അല്ല, ആ സ്റ്റണ്ടിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു? അപ്പൊ അറിഞ്ഞു അല്ലേ എന്ന് മഹേഷ് ചോദിക്കുമ്പോ അറിഞ്ഞു. കാമുകയെ രക്ഷിക്കുന്ന കാമുകൻ ഒക്കെയായിട്ട് എനിക്കിപ്പോ തോന്നണത്. ശരിയെന്നാ ഞാൻ വെക്കട്ടെ. പിന്നെ എന്തൊരു ഔട്ടിങ്ങിന് പോകണമെന്നൊരു ആഗ്രഹമുണ്ട് എന്ന് നിശ്ചിത പറയാണ്. ശരി, വൈകിട്ട് പോവാം. ചിപ്പിനെയും
ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് വൈകിട്ട് തന്നെ പോകാം, നേരത്തെ വരാവോ? നേരത്തെ വരാം എന്ന് മഹേഷ് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് ഇഷിത ഫോം വെക്കുന്നുണ്ട്. ഇഷിതക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. ശേഷം മഹേഷ് പറഞ്ഞു, മോളെ എന്ന് നമുക്ക് പോയാലോ? പോകാം എന്ന് പറയാണ്. അങ്ങനെ അവർ കാറിലേക്ക് കയറുവാട്ടോ. പിന്നീട് കാണിക്കുന്നത് അങ്ങനെ മഹേഷ് ആണെങ്കിൽ ചിപ്പി എടുത്ത് വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പറയണ്ട്, മോളെ ചിപ്പി, പിന്നെ ഇപ്പൊ നമ്മള് പിറന്നാളിലെ പോകുന്നില്ലേ? ആദിച്ചേട്ടൻ, ആദിച്ചേട്ടൻ ചിലപ്പോ എന്നെ ഡാഡി എന്നൊക്കെ വിളിക്കും കേട്ടോ. ഡാഡിന്നോ? അങ്ങനെ എന്തിനാ വിളിക്കണത്? അതോ അന്ന് ചിപ്പി ഇല്ലല്ലോ, ഒരുപാട് വർഷം മുമ്പല്ലേ. അന്ന് ചിപ്പി ഇല്ലാത്തതുകൊണ്ട് എന്നെ ഡാഡി എന്ന് വിളിച്ച് ശീലിച്ചായിരുന്നു. അപ്പൊ ഞാനും അത് മാറ്റാൻ നിന്നില്ല. അന്ന് മോളില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കാൻ പറഞ്ഞത്. ശരി എന്നാ ഇന്ന് വിളിച്ചോട്ടെ, ഇനി അങ്ങനെ വിളിക്കരുത് കേട്ടോ എന്ന് പറയാണ്. അതെ ഞാൻ വരണോ ഡാഡി? എനിക്ക് രചനമ്മയുടെ വീട്ടിൽ പോകാൻ ഇഷ്ടമില്ല മോളെ, ഇന്നൊരു ദിവസത്തേക്കല്ലേ. അല്ല ഡാഡിനെ കഴിഞ്ഞ പിറന്നാളിന് അപ്പൊ ഈ ആദിച്ചേട്ടൻ വിളിച്ചില്ലേ? ഇല്ല. ഓ അങ്ങനെയാണോ? അല്ല മോളെ ചിലപ്പോ അനിയത്തിന്നൊക്കെ വിളിക്കും, വിളിച്ചോട്ടെ അല്ലെ. ആദ്യം ഞാൻ ആ ചേട്ടനെ കാണട്ടെ എന്നിട്ട് ഞാൻ പറയാം എന്ന് പറയാണ്. ശരി, എന്നാലും ആ രചന നമ്മുടെ വീട്ടിൽ പോകാൻ എനിക്ക് ഇഷ്ടമല്ല. ഗമ്മ ഉണ്ടാവും, ഒട്ടിയിരിക്കും അവര് തമ്മില്. മോളെ ഇന്ന് നമുക്കത് കണ്ടില്ലെന്ന് വെക്കാം. മോളുടെ കൂടെ ഞാനും ഇല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മോളെ, നമുക്ക് പിറന്നാൾ കൂടെ അപ്പൊ തന്നെ തിരിച്ചു വരാം എന്ന് പറയാണ്. ശരി ഡാഡി എന്ന് ചിപ്പിയും പറയണ്ട. അതിനുശേഷം കാണിക്കുന്നത് ആദ്യയുടെ പിറന്നാളിലെ സമയമാണ് കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. ആദ്യത്തെ ഓരോരോ കാര്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ബടായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിട്ടോ ആദി. ആ സമയത്താണ് തന്നെ രണ്ട് മൂന്ന് പേര് വരുന്നുണ്ട്. ഹായ് ആദി. ഹായ്, ഞങ്ങളെ മനസ്സിലായോ? ഇല്ല, ഞങ്ങൾ ഫാമിലി ഫ്രണ്ടാ. ഓ അതെയോ, വാ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ആദി. ആ സമയത്ത് നമ്മുടെ രചന വരുന്നുണ്ട്. ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിളിച്ചിട്ട് അകത്തേക്ക് ഇരുത്തുവാണ്. ശേഷം ആദ്യത്ത് പറയണ്ട്, ആദി എനിക്കൊരു കാര്യം മോനോട് പറയണ്ട്. എന്താ? അതെ, ആകാശ് നല്ല അങ്കിളല്ലേ, മോന്റെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന അങ്കിളല്ലേ. അതെ, അതുകൊണ്ട് അതെ ഞാനൊരു കാര്യം പറഞ്ഞ മോൻ അനുസരിക്കോ? എന്താ? അതെ, ആകാശ് അങ്കിൾ ഇന്നും വലിയ എന്തോ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അതിന് ഞാൻ മോനോട് ഒരു കാര്യം പറയട്ടെ, പറ എന്ന് പറയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ രചനക്ക് എന്തൊക്കെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തോട് കൂട്ടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രമോല് കാണിക്കണത് അങ്ങനെ മഹേഷ് ചിപ്പിയും കൂടി പിറന്നാളിനെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം ഭയങ്കര സന്തോഷത്തിലാണ്. ആദ്യം പോയി മഹേഷിനെ കെട്ടിപ്പിടിക്കണൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ആകാശ് പറയുന്നുണ്ട്, രക്തത്തെ തിരിച്ചറിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രചന അടുത്ത് ഇങ്ങനെ പറയാണ്. മഹേഷും വരുന്നുണ്ട് ആകാശിന്റെ അടുത്ത്. എന്നിട്ട് ആകാശിനോട് വീണ്ടും മഹേഷ് ഡയലോഗ് പറയുന്നുണ്ട്. അതെ, രക്തത്തെ മനസ്സിലാക്കുന്ന പറഞ്ഞിട്ടില്ല, അത് ഇതാടാ എന്ന് പറയാണ്. ശേഷം ബർത്ത്ഡേ കേക്ക് മുറിക്കുന്ന സമയമാണ് കേട്ടോ. ആകാശും രചനയും മാറി നിൽക്കുകയാണ്. മഹേഷ് മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. മഹേഷിനെ വിളിച്ച് മുമ്പിലേക്ക് നിർത്തിയിരിക്കുകയാണ് ആദി. ശേഷം കേക്ക് മുറിക്കുകയാണ്. കേക്ക് മുറിച്ചിട്ട് ഒരു കഷ്ണം കേക്ക് എടുത്തിട്ട് നമ്മുടെ ആദി മഹേഷിനെ കൊടുക്കാൻ പോകുമ്പോൾ മഹേഷ് വായ തുറക്കാണ്. ആ സമയത്ത് ആദി അത് മഹേഷിനെ കൊടുക്കാണ്ട് നേരെ ആകാശിന്റെ അടുത്തേക്ക് പോവാട്ടോ. മഹേഷിനെ ചമ്മി നാണം കെടുത്തണം, അതാണ് ആദ്യയുടെ ഉദ്ദേശം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.